എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ഭാഗത്ത് ലോൺ പിടിപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള മതിൽ വൃത്തികേടായിട്ട് കിടന്നപ്പോൾ ക്യാമറയിൽ ഇത്തിരി ഭംഗിയാവാൻ വേണ്ടിയിട്ട് വൈറ്റ് വാഷ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നലത്തെ വൈറ്റ് വാഷിൽ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി അതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നതാണ് ഇന്നത്തെ പരിപാടി. അതുപോലെ തന്നെ പുല്ലൊക്കെ നന്നായി വളർന്നു. അപ്പോൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് വെട്ടി ഒതുക്കി വച്ചെങ്കിൽ മാത്രമേ ലോൺ ഭംഗിയായിട്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തേത്. ഈ ലോൺ ഞാൻ കാശ് കൊടുത്തിട്ട് പുല്ല് വാങ്ങിയിട്ട് വെച്ച് പിടിപ്പിച്ചതൊന്നും അല്ല കേട്ടോ. ഞാനൊരിക്കലും മണ്ണുത്തിയെ പോയപ്പോൾ അവിടെ ആരോ കൊണ്ടുപോയാലും ഒരു കഷ്ണം പേൾ ഗ്രാസ് വീണ് കിടക്കുന്നത് കണ്ടു. ഞാൻ അവരോട് ഞാനിത് എടുത്തോട്ടേന്ന് ചോദിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന്, അപ്പം മഴക്കാലമായിരുന്നു, ഞാൻ അവിടെ കുത്തി വെച്ച് അതിൽ നിന്ന് നീണ്ട് വരുന്ന കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുത്തിപ്പിടിപ്പിച്ചിട്ടാണ് ഞാൻ ഈ ലോൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ 10 പൈസ മുടക്കിയിട്ടല്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ ലോൺ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരും കാശിന് എന്ത് ചെയ്യും എന്നുള്ളവരൊക്കെ എവിടെന്നെങ്കിലും ഒരു 3-4 പീസ് കൊണ്ടുവന്ന് നല്ല നനവുള്ള സ്ഥലത്ത് കുത്തിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒരു ലോൺ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് നമ്മുടെ മനസ്സ് വേണമെന്ന് മാത്രം. നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും ചെയ്തെടുക്കാം. അതിന് അധ്വാനിക്കാനും നമ്മൾ തയ്യാറാവണം. അല്ലാതെ വെറുതെ 4 കഷ്ണം പുല്ല് അവിടെ വളർത്തി വലുതാക്കിയിട്ടാൽ തനിയെ ലോണാവില്ല. അത് നമ്മൾ കുത്തിപ്പിടിപ്പിച്ച് ഭംഗിയാക്കി എടുത്തെങ്കിലേ നല്ലൊരു പുൽത്തകിടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അവിടെ വീണ് കിടക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് വൃത്തിയാക്കി പുല്ല് വെട്ടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. മതിലിൻ്റെ അരികിൽ ഞാൻ കുറേ ചട്ടിയും ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പെയിൻ്റ് അടിക്കണ സമയത്ത് ആ ചട്ടിയുടെ ഉള്ളിൽ കടന്നലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ആൾക്കും നല്ല 2 കുത്ത് കിട്ടിയിട്ടാണ്. നല്ല വേദന ഉണ്ടായിരുന്നു, ഒരു ദിവസം ഫുള്ള് നല്ല വേദനയായിരുന്നു. അപ്പോൾ കടന്നൽ കൂടൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ ഒരു കുത്ത് കിട്ടി കഴിഞ്ഞാൽ നല്ല പണിയാണ്, നല്ല വിങ്ങുന്ന ഒരു വേദനയാണ് കേട്ടോ. ചുണ്ണാമ്പ് പുരട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചുണ്ണാമ്പ് പുരട്ടി, എന്നാലും ഒരു ദിവസത്തോളം ആ വേദന നിന്നു. ഗാർഡൻ്റെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഒരു ബുദ്ധനെയൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ എൻ്റെ ഗാർഡനിൽ ഒരു ബുദ്ധൻ വേണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ആശയമായിരുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ടൊക്കെ പൈസ ചിലവാക്കാമെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിരുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ മോനാണ് എന്നെ കൊണ്ടുപോയി എനിക്ക് ഈ ബുദ്ധനെ വാങ്ങി തന്നത്. അന്ന് ഇതിന് 500-550 രൂപയായിരുന്നു. അപ്പോൾ ബുദ്ധനെ വെച്ചപ്പോൾ ഒരു മരം വേണമെന്നുള്ളതും ഒരാശയമായിരുന്നു. അപ്പോൾ കാനഡയിൽ നിന്നൊക്കെ ചേച്ചി ഫോട്ടോ അയക്കുമ്പോൾ അവിടെ പല കളറുള്ള മരങ്ങളൊക്കെ ഉള്ള ഫോട്ടോ അയക്കാറുണ്ട്. അപ്പോൾ ഞാനത് കാണുമ്പോൾ വിചാരിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെയൊക്കെ മരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു അല്ലേ എന്ന്. ഒരു പ്രാവശ്യം ഒരു നഴ്സറിയുടെ മുന്നിൽ കൂടെ പോയപ്പോഴാണ് ഒരു മഞ്ഞ കളറുള്ള ചെടി കണ്ടത്. ചെന്ന് ചോദിച്ചപ്പോൾ അതിന് സൺറൈസ് എന്നാണ് പേര് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ അന്ന് 250 രൂപയൊക്കെ ആയിരുന്നു ഒരു തൈക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ. ഞാനത് വാങ്ങി ഇവിടെ നട്ടു എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ തറവാട്ടിലേക്കുള്ള പൈപ്പ് കണക്ഷൻ്റെ മീറ്റർ വെച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ പൈപ്പ് കണക്ഷൻ ക്യാൻസൽ ചെയ്തപ്പോൾ ആ ഭാഗം അങ്ങനെ ഒഴിഞ്ഞു കിടന്നു. അപ്പോൾ ഞാൻ അതിൽ മണ്ണിട്ടിട്ടാണ് ആ മഞ്ഞച്ചെടി വെച്ചത്. അതിൽ ബുദ്ധനെയും അതിൻ്റെ അടുത്തായിട്ട് വെച്ചു. ആ ബുദ്ധനെ ഇരുത്തിയിരിക്കുന്നത് ഒരു ഗ്രാനൈറ്റിൻ്റെ ചപ്പാത്തി പരത്തണ പലക ചേച്ചിയുടെ അവിടെ ഉണ്ടായിരുന്ന കാട്ടിക്കളഞ്ഞതാണ്. അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് പെയിൻ്റ് അടിച്ചിട്ട് അതിലാണ് ബുദ്ധനെ ഇരുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഉപകാരമില്ലാതെ കളയുന്ന പല സാധനങ്ങളും നമുക്ക് ഗാർഡനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല ഭംഗി ഉണ്ടാവും. പക്ഷേ നമ്മൾക്കൊരു ഐഡിയ വേണമെന്ന് മാത്രം. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, വെറുതെ ഇരിക്കാറില്ല. പിന്നെ എനിക്കിപ്പോൾ 52 വയസ്സായി. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഓർമ്മക്കുറവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളിപ്പോൾ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് ഇപ്പം ഇങ്ങനെ ഇരുന്ന് എണീക്കാനൊക്കെ സാധാരണ ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് നടക്കണ കാരണം അങ്ങനെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എൻ്റെ അമ്മ 9 കൊല്ലത്തോളം അൾഷിമേഴ്സ് ആയിരുന്നു. ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലാണ്ട് ആൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോവാറുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ ശ്രമിക്കുകയാണ് ഓരോ കാര്യങ്ങളിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിക്കൊണ്ട്. ട്യൂഷൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം പുതിയതായിട്ട് കുട്ടികളെ ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾക്കും കുറച്ച് ഓർമ്മയൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പുതിയതായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് പ്രായമായി എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ
ഈ പ്രായത്തിൽ നമുക്ക് തയ്യൽ പഠിക്കാൻ നമ്മുടെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കീറിയതൊക്കെ തുന്നാനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീട്ടിൽ 60 വയസ്സായെന്ന് വിചാരിച്ചിട്ട് വീട്ടിലൊന്നും ഇരിക്കണ്ട, നമ്മൾ പോയി ഒരു തയ്യൽ സെൻറ്ററിൽ പോയി ഒന്ന് പഠിച്ച് അത് തയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. നമ്മളിൽ ഭയങ്കര ആത്മവിശ്വാസം വർദ്ധിക്കും. ഈ ആത്മവിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനം ആരും നമുക്ക് തരുന്നതല്ല, അത് നമ്മൾ തന്നെ നേടിയെടുക്കേണ്ടതാണ്. ഇപ്പം ആരും നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും നിങ്ങൾ അടിപൊളിയായിട്ടുണ്ടെന്നൊന്നും പറയാൻ പോണില്ല കേട്ടോ. നമ്മൾ തന്നെ നമ്മളോട് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ നമ്മൾ തന്നെ നമ്മുടെ തോളത്ത് തട്ടിയിട്ട് പറയുക, യു ആർ ഗ്രേറ്റ് ജ്യോതി. ഞാൻ എന്നോട് പറയാറുണ്ട്, ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് എൻ്റെ തോട്ടമൊക്കെ കാണുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, ജ്യോതി യു ആർ ഗ്രേറ്റ് എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ഓരോ കാര്യം ചെയ്യുമ്പോഴും. അല്ലാണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആരും നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നൊന്നും കരുതണ്ട. നമ്മൾ മാത്രമാണ് നമ്മൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി തരുന്ന ആൾ. അപ്പോൾ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ പറയുക, ആയി നീ നന്നായിട്ട് ചെയ്യണ്ടെന്ന് പറയുക. അങ്ങനെ അങ്ങനെ നമ്മൾ കണ്ണാടിയിൽ നോക്കി സ്വയം സംസാരിക്കുക. നമ്മൾക്ക് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ വിചാരിക്കുകയെന്നേ, എന്നിട്ട് നമ്മൾ പറയുക, എന്താ ഭംഗി നിന്നെ കാണാൻ, നല്ല മുടിയാണ്, നല്ല മൂക്കാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഈ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർന്നു നിൽക്കാൻ പറ്റുള്ളൂ. ഗാർഡനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഞാൻ ചെടി നനയ്ക്കുകയാണ്. കാലത്തെ ചെടി നനച്ചിട്ടില്ല, അതിപ്പം നനയ്ക്കുകയാണ്. എൻ്റെ കടലാസ് റോസുകളൊക്കെ ഒരു തവണത്തെ പൂവ് ഇട്ട് കഴിഞ്ഞ് അത് കൊഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഗാർഡൻ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ള അടുത്ത പണി എന്താണ്, ഒരു ധൂപം കത്തിക്കുക എന്നുള്ളതാണ്. ഗാർഡനിലെ എല്ലാ ഭാഗത്തും 2 സൈഡിലും ധൂപം കത്തിച്ച് അതിൻ്റെ മണം ഇങ്ങനെ മൂക്കിലൂടെ ശ്വസിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ എന്താ പറയുക, അതിൽ പരമാനന്ദം ജീവിതത്തിൽ വേറൊന്നുമില്ല. അങ്ങനെ ബുദ്ധൻ്റെ മുന്നിലും ഒരു ധൂപം കൊണ്ടുവച്ചിട്ടുണ്ട്. 2 ഭാഗത്തുള്ള ധൂപം അങ്ങനെ കത്തി വരുമ്പോൾ നമ്മളൊരു അമ്പലത്തിൻ്റെ മുന്നിലോ ഒരു പള്ളിയുടെ മുന്നിലോ ഒക്കെ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുക. എന്നിട്ട് ഞാൻ ഈ മഞ്ഞമരത്തിനെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, ജ്യോതി യു ആർ ഗ്രേറ്റ് എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ്. ഇനിയും എന്താ പറയുക, കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. ഇനി പുതിയ ഐഡിയകളൊക്കെ എൻ്റെ തലയിൽ ഇങ്ങനെ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് കുറേ കാശോ കാര്യങ്ങളോ ഒന്നും വേണ്ടടോ കൂട്ടരെ, നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായാൽ മതി. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ആ കാണുന്ന സ്വപ്നം നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹവും നമ്മുടെ മുന്നിലുണ്ടായാൽ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരുന്നേ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, ഏറ്റവും വലിയ ആശയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുഞ്ഞു സ്വപ്നങ്ങളൊക്കെ കാണുക, അത് ആശിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പറ്റാവുന്ന തരത്തിലൊക്കെ കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഈ ജീവിതത്തിൽ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രായമൊന്നും ഒരു തടസ്സമല്ല കേട്ടോ, ഏത് പ്രായത്തിലും നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ കൊച്ചു കുട്ടികളോടും 10-20 വയസ്സായിട്ടുള്ള കുട്ടികളോട് എനിക്ക് ഇതാണ് പറയാനുള്ളത്. നല്ല ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും, നല്ലൊരു ജീവിതം നേടിയെടുക്കാൻ പറ്റും. പക്ഷെ മടി പാടില്ല കേട്ടോ. മടി ഉണ്ടെങ്കിൽ അവിടെ ജീവിതം നശിക്കും. അപ്പം മടി ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നന്നായി പ്രവർത്തിക്കുക, നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ടാവുന്നു. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഒരാൾക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് നന്ദി. നമ്മൾക്ക് കിട്ടിയ എല്ലാ കാര്യത്തിനും നമ്മൾ നന്ദി പറയുക. നമ്മൾ ഈശ്വരനോട് കുറേ പരാതികൾ പറയാറുണ്ട്, കിട്ടാത്തതിനൊക്കെ നമ്മൾ പരാതി എന്നും പറയാറുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ, നല്ല ശരീരം കിട്ടി, എല്ലാ അവയവങ്ങളും പെർഫെക്റ്റായിട്ട് കിട്ടി, നമ്മൾക്ക് അച്ഛനമ്മമാരെ കിട്ടി, താമസിക്കാൻ ഒരു വീടുണ്ടായി, എല്ലാ നല്ല സുഹൃത്തുക്കളുണ്ടായി, ഇതിനൊന്നും നമ്മൾ നന്ദി പറയാറില്ല. അപ്പോൾ നമുക്ക് കിട്ടിയതിനെല്ലാം, നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ ചെവിക്ക്, നമുക്ക് നടക്കാൻ പറ്റുന്നതിന്, ഇതിനൊക്കെ അങ്ങനെ എന്താ പറയുക, സന്തോഷത്തോടു കൂടി യൂണിവേഴ്സിനോട് നമ്മൾ നന്ദി പറയുക. നിങ്ങൾ കുറച്ച് ദിവസം നന്ദി ഒന്ന് പറഞ്ഞ് ശീലിച്ചു നോക്കൂ, പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നന്ദിയാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്
കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോകളായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്